സ്തോത്രം. ദൈവനാമം മഹത്വമുണ്ടാവട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, അല്പസമയം ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സുവിശേഷ നിമിത്തം വിളിക്കപ്പെടുന്ന തൻ്റെ ജനത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ വിദ്യാഭ്യാസമോ യോഗ്യതയൊന്നും ദൈവം നോക്കുന്നില്ല. ഏത് ജോലിക്കാരനാണെന്നും ദൈവം നോക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അരികിൽ വരുമ്പോൾ ദൈവം പറയുന്ന വചനങ്ങൾ, ആലോചനകൾ ഏറ്റെടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വേല സംബന്ധിച്ചുള്ള കർത്തവ്യം നിറവേറും. ഇത് ബുദ്ധിയുടെ ഉപദേശമല്ല, ആത്മീയ ഉപദേശമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു വേലയാണ് സുവിശേഷ വേല. അത് നമ്മൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നടക്കുന്ന കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പല വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആത്മീയ ലോകത്തിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. സംഭാഷണത്തിലൂടെയും ഒക്കെയാണ് അങ്ങനെ വേർതിരിച്ച് മനുഷ്യനെ നിർത്തി ദൈവത്തിൻ്റെ വചനം ഒതുക്കി ദുരാലോചനകളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന അനേക ആൾക്കാർ ഈ ആത്മീയ ലോകത്തുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ മനുഷ്യൻ ചേർത്ത് നിൽക്കാൻ കഴിയില്ല. മറിച്ചു ദൈവം തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുകയും സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇനി ഞാൻ ഇങ്ങോട്ട് അയക്കാം, കാര്യസ്ഥം വരുമ്പോഴോ നിങ്ങളെ വഴി നടത്തുമെന്നാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മീയ തലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ലോകത്തിലുണ്ട്. ഇനി എന്തൊക്കെ നാം പറഞ്ഞാലും, എന്തൊക്കെ കാണിച്ചാലും, എന്തൊക്കെ പ്രവർത്തിച്ചാലും ദൈവം സ്റ്റോപ്പ് ഇടേണ്ടത് സ്റ്റോപ്പ് ഇടും, പ്രവർത്തിക്കേണ്ടത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വേല, സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും ഇനി നിലയ്ക്കുന്ന കാര്യമില്ല. കാരണം തുടക്കം കുറിച്ച് എന്നാണ് അത് അവസാനിക്കത്തില്ല. പെന്തക്കോസ് നാളിലാണ് സുവിശേഷ പ്രവർത്തനം തുടക്കം ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ ശക്തിയുടെ ആഴം അവിടെ വെളിപ്പെട്ടു. പെന്തക്കോസ് നാളിൽ ജനം അന്യഭാഷകളാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. വരാൻ പോകുന്ന സംഗതികൾ അല്ലെങ്കിൽ ആലോചനകൾ ദൈവം വെളിപ്പെടുത്തിയ ആലോചനകളാ വിളിച്ചറിയിച്ചു. പത്രുസിനെ കൊണ്ടാണ് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തി പ്രസംഗിക്കുവാൻ ദൈവം അധികാരവും ശക്തിയും കൊടുത്തത്. ഇന്നും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവവചനം ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതിന് മനുഷ്യൻ്റെ യാതൊന്നും നോക്കുന്നില്ല,
ആരെങ്കിൽ കൂടെ ദൈവം പ്രവർത്തിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലരും പദവിയും പലരും പേരുകളാൽ ചേർത്തുകൊണ്ട് ഉന്നത ഭാവങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ അതങ്ങനെ ഇരിക്കാനേ പറ്റൂ. കാരണം ദൈവത്തിൻ്റെ വചനം അതൊന്നും സ്വീകാര്യമാക്കുന്നില്ല. ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ലളിതമായ സംഭാഷണമാണ് ദൈവം ഇന്നും പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവും സുവിശേഷങ്ങളിൽ ലളിതമായ രീതിയിലാണ് വചനം സംസാരിച്ചിരിക്കുന്നത്. മനുഷ്യന് ഉൾക്കൊള്ളുവാനും കളയേണ്ടത് കളയാനും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. രക്ഷയുടെ നിർണയത്തിൽ കൂടെ നടത്തുന്ന ദൈവത്തിൻ്റെ കരവിരുതുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, തലമുറ തലമുറയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, അനുഗ്രഹത്തെ തടയാൻ ആർക്കും കഴിയില്ല. കാരണമെന്ന് പറയുന്നത് രക്ഷ സൗജന്യമാണ്. അതിനെ ആർക്കെങ്കിലും തടയാൻ കഴിയില്ല. 1 രക്ഷ, 2 അനുഗ്രഹം, അതിനെ തടയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സന്ദേശത്തിൽ ഉള്ളടക്കത്തിൽ അടങ്ങിയിരിക്കുന്ന തിരുവചനത്തിൻ്റെ സത്യങ്ങൾ അത് മാനവരാശിക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുന്ന ആത്മാവിൻ്റെ സന്ദേശം മനുഷ്യനെ ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആധുനിക മനുഷ്യൻ ശ്രദ്ധ കൊടുക്കാതെ അവരുടെ സ്വന്തം വഴികളിൽ പോകുന്നെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. രാജാക്കന്മാരെ, നേതാക്കന്മാരെ, ഉന്നതന്മാരെ, മന്ത്രിമാരെ, അങ്ങനെ പറയേണ്ട ഈ ലോകുലങ്ങളിൽ ഉള്ള അനേക ഉന്നത രാഷ്ട്രീയക്കാരെയും ഉന്നതങ്ങളിൽ ഇരുന്നവരെയും ആയുധം വെപ്പിച്ച ദൈവത്തിൻ്റെ വചനമാണ്. അധോലോകരും ഭൂലോകരും സ്വർലോടൊക്കെ മുഴങ്കാലൊക്കെ മടങ്ങും. യേശുക്രിസ്തു രക്ഷകനെന്ന് നാവ് കൊണ്ട് ചൊല്ലുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഓടി, രക്ഷാ നിർണയത്തിന് വേണ്ടി മനുഷ്യൻ പല വില കൊടുക്കുമ്പോൾ കാൽവറിയിലെ അവസാനത്തെ രക്തം മാനവരാശിക്ക് വേണ്ടി ഒഴുക്കിയ ആ രക്തത്തിൻ്റെ വില ഇന്നും മനുഷ്യനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചിട്ട് തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തലമുറയെ ദൈവം സന്ദർശിക്കും. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, ഞാൻ 1000 തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. ഒരു തലമുറ വിശ്വസിച്ചിട്ട് അവിശ്വസിച്ച് കഴിഞ്ഞാൽ അടുത്ത 1000 തലമുറയിലൂടെ ദൈവത്തിൻ്റെ സന്ദർശനം ചെല്ലും. ഏറ്റെടുത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ 1000 തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തലമുറയായി നമ്മുടെ സങ്കേതം വന്ന ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ അവനൊരു ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ അതിന് തടയാൻ കഴിയില്ല. ദൈവം ഒരു ആലോചന വിളിച്ചു പറഞ്ഞാൽ അത് നിവൃത്തിയാക്കി വരുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ നമ്മൾ ഓർത്ത് സ്തുതിക്കുക. ദൈവവചനം ഏറ്റെടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ഒരുവനിൽ ദൈവത്തിൻ്റെ സന്ദേശം നിറവേറൂ. ഈ ലോകത്തെ സമ്പന്നമായ ജീവിതങ്ങൾ നയിച്ച് സ്വന്തം കാര്യങ്ങൾ സ്വാർത്ഥതകൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അന്യൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന അവർക്കൊരു അത്താണിയായി നിൽക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ദീപമെന്ന് പറയുന്നത്. അണഞ്ഞ ദീപം പോലെയല്ല, കിടന്ന വിളക്ക് പോലെയല്ല, എപ്പോഴും ശോഭിച്ച് നിൽക്കുന്ന വിളക്ക് പോലെ, കത്തി നിൽക്കുന്നത് പോലെ നിൽക്കണം ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഒരു വിശ്വാസി പ്രയോജനമുള്ളവനായി തീരണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരും വിളക്ക് പോലെ കത്തിയിരിക്കുന്നത് പോലെ അനേകർക്ക്
പ്രയോജനമുള്ള ഒരു പ്രകാശമായി മാറണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിളംബരങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളുടെ വിത്തിറങ്ങി അതിൻ്റെ ഫലം കൊടുക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഗത്യന്തരമില്ലാതെ ഓടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തിൽ മുട്ടുമടക്കുന്നവരെ ഉയർത്തുന്ന സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നാം നന്ദിയോടെ സ്തുതിക്കുന്നു. ആഴങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം, മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നാം പാടി സ്തുതിക്കണം. ഇന്ന് ദൈവത്തെ എന്നോടുള്ള ബന്ധത്തിൽ പല മനുഷ്യരും ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് അകന്ന് ഇഹലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലവേളയിൽ മനുഷ്യൻ ദൈവഭാവത്തിലേക്ക് കടന്നു വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും എന്തെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, പ്രയാസപ്പെടുന്നെങ്കിൽ, രോഗങ്ങളാലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ, ദൈവവല്ലഭന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ കഴിയും. പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റിത്തരുന്ന ഒരു സ്വർഗവല്ലഭനുണ്ടാ, കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ അത്ഭുതങ്ങൾക്ക് ഇന്നും മാറ്റു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വചനങ്ങൾക്ക് ഇന്നും മാറ്റു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അത്ഭുതങ്ങൾക്ക് ഇന്നും മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇന്നും അന്നും, ദൈവത്തിൻ്റെ വചനം അനുഗ്രഹത്തിൻ്റെ ദീപമായി ഇന്ന് ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനുഷ്യൻ അജ്ഞാനിയായി ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ വെളിച്ചമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് ജീവിക്കുമ്പോൾ, ഇരുളിൽ നാം നടന്നാലും വെളിച്ചം വീശുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ വചനം നമ്മുടെ കാലിന് ദീപമായി മാറ്റുന്ന, വെളിച്ചമായി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരവിരുതുകളെ ഓർത്ത നാം ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ നാമത്തെ ശ്രേഷ്ഠമായ ആരാധനയിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുക. യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹവും വിടുതലുമായി മാറ്റുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന കർത്താവ്, എന്നെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവം, ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരവിരുതുകളെ കണ്ട് അവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദ്വന്ദ്വശവും സ്വാർത്ഥകാരവും കൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ അന്യൻ്റെ വേദനകളെ കണ്ട്, അവൻ്റെ മുറിവുകളെ കണ്ട് മനസ്സിലാക്കിയാൽ മുറിവുകളെ ഉണക്കി അല്ലെങ്കിൽ മരുന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അന്യൻ്റെ അവൻ ഭക്ഷണം കഴിച്ചോ, അവൻ വിശന്നിരിക്കുകയാണോ, അവൻ എന്താണ് ആവശ്യം, അവനെ തേടിപ്പിടിച്ച് അവന് വേണ്ടത് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് ദൈവിക സ്നേഹമെന്ന് പറയുന്നത്. അന്യൻ്റെ യാതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അനേക ഈ ലോകത്തിൽ വിശ്വാസികളെ കാണാൻ കഴിയും. മറ്റവൻ്റെ വേദനകളോ, മറ്റവൻ്റെ കഷ്ടപ്പാടുകളോ, മറ്റവൻ്റെ അതേ അയൽക്കാരൻ്റെ ദുഃഖങ്ങളോ കണ്ട് മനസ്സിലാക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പണം സമ്പാദിച്ച് കോടിപതികളായി മനുഷ്യൻ ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അപകടങ്ങളും രോഗങ്ങളാലും ഒറ്റപ്പെട്ടവരായി മാതാപിതാക്കളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായ, മക്കളില്ലാതെ മാതാപിതാക്കൾ ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ഒരു റൂമിൽ ആരുമില്ലാതെ ആശ്രയമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. അവരെയും ഒന്ന് തലയോടി അവർക്ക് വേണ്ടതായ കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹ സുവിശേഷ എന്ന് പറയുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ട് സ്വന്തം താല്പര്യങ്ങളെ ആഗ്രഹിച്ച് ജീവിക്കുന്നതല്ല, മനുഷ്യൻ്റെ അനുകൂലമായ അവസ്ഥയിൽ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. മാത്രമല്ല, എല്ലാം കണ്ടും കേട്ടും
മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. മനുഷ്യൻ്റെ ജീവിതവും പലർക്കും പല അനുഭവങ്ങളാണ്. പല വിധത്തിലാണ് മനുഷ്യനെ നടത്തുന്നത്. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല. ഇന്ന് കണ്ടവനെ നാം പിന്നീട് കാണുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ പണക്കാരനും ദരിദ്രനും പാമരനും അതേ പണ്ഡിതനും ഒക്കെ ഒരിക്കൽ മരിക്കും. മരണം നിന്നെ തേടി എത്തുന്ന ഒരു ദിവസമുണ്ട്. നീ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയാം. ഇന്നലകളിൽ നിന്റെ കൂടെയിരുന്ന പലരും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ രാത്രിയാമങ്ങളിലും കിടന്നുറങ്ങി നേരം വിളക്കുമ്പോൾ നീ എഴുന്നേൽക്കുന്നെങ്കിൽ അത് ദൈവത്തമ്പുരാൻ്റെ കൃപയാണ്. പിന്നെയും ഒരു പുതിയ യുഗം കാണുവാൻ നിനക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിനു വേണ്ടി പരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നെ തേടി വരും. അതുകൊണ്ട് അന്യനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നീ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ നീ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആലോചനകളെ നീ മനസ്സിലാക്കാതെ പോകരുത്. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. നിനക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.